കൊടും വേനലിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷിയിൽ പൂർണ്ണമായ നാശം. കാഞ്ചിയാർ വെങ്ങാലൂർ കടയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണമ്പള്ളിയിൽ വർഗീസ് മാണിയുടെ 5 ഏക്കർ ഏലകൃഷി പൂർണ്ണമായി നശിച്ചു. പുനർകൃഷി ആരംഭിക്കുവാൻ ഏലത്തട്ടകൾ ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഏലം കൃഷി ഹൈറേഞ്ചിൽ നിന്ന് തന്നെ പടിയിറങ്ങും. കടുത്ത വേനൽ ചൂട് ഹൈറേഞ്ചിലെ ഏലം കൃഷിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണമ്പള്ളി വർഗീസ് മാണിയുടെ വെങ്ങാലൂർ കടയിലെ കൃഷിയിടത്ത് 5 ഏക്കർ സ്ഥലത്തെ കൃഷി പൂർണ്ണമായി നശിച്ചു. ലോൺ എടുത്ത് കൃഷി ഇറക്കിയതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെയാണ് കർഷകർ നേരിടുന്നത്. കൃഷിയിടത്ത് പ്രധാനമായും ഏലമാണ് പരിപാലിച്ചു പോന്നിരുന്നത്. വേനലിന്റെ ആരംഭത്തിൽ തന്നെ കൃഷി പരിപാലിക്കാൻ വലിയ തോതിൽ ജലസേചനമടക്കം നടത്തിയിരുന്നുവെങ്കിലും കനത്ത താപനില കർഷകന്റെ പരിശ്രമത്തിന് തിരിച്ചടി നൽകി. സംഭവിച്ചേക്കുന്നു ഈ വരൾച്ച കൊണ്ട് മഴ പെയ്യാത്തത് കൊണ്ട് ചെടിയുണ്ട് കംപ്ലീറ്റ് ഒരു 4,500 ചെടികളും കംപ്ലീറ്റ് പോയി. അത് 3-ാം വർഷം 4-ാം വർഷം ചെടിയാണ് പോയിരുന്നത്. അത് കംപ്ലീറ്റ് വിളവെടുപ്പിൻ്റെ ഭാഗമായി വന്ന ചെടിയാണ്. ഏകദേശം ഒരു കണക്കൊരു 10-20 ലക്ഷം രൂപയുടെയെങ്കിലും ഈ ഒരു സീസൺ അല്ലല്ലോ. ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ വർഷം പൊതുവെ മഴക്കുറവ് കൊണ്ട് ആദായം കുറവായിരുന്നു. ആദായം കുറവുള്ളപ്പം കടമൊക്കെ മേടിച്ച് നമ്മളെ കൃഷി വീണ്ടും നല്ല രീതിയിലേക്ക് വന്നത്. കൃഷി നല്ലൊരു ഈ വർഷം കാലാവസ്ഥ ഇണങ്ങി കിട്ടിയായിരുന്നു നല്ലൊരു ക്രോപ്പ് കിട്ടിയേനെ. അപ്പോൾ അങ്ങനെ ഇനി മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഏലച്ചെടികളെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമം നടത്തിയെങ്കിലും കൃഷിയിടത്തിലെ ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ടത് തിരിച്ചടിയായി. മുൻപുണ്ടായ കടുത്ത വേനലുകളിലും ഇന്നേ വരെ വറ്റാത്ത പാറക്കുളങ്ങൾ പോലും വറ്റിവരേണ്ടതോടെ ഭീമമായ തുക മുടക്കി കർഷകർ വെള്ളമെത്തിച്ച് കൃഷി സംരക്ഷിക്കാൻ ശ്രമം നടത്തി. എന്നാൽ സാമ്പത്തിക നഷ്ടമുണ്ടായതല്ലാതെ ഫലം കണ്ടില്ല. ഇതോടെ കർഷകന്റെ കണ്ണീരും വറ്റുന്ന നേർചിത്രമാണ് കൃഷിയിടങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏലത്തിനു പുറമെ കുരുമുളക് കൃഷിയും കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. നിലവിലെ കൃഷികൾ ഉണങ്ങി വരേണ്ടതോടെ പുനർകൃഷി മാത്രമാണ് ഇനി തരിശുനിലങ്ങൾക്ക് സമമായ മണ്ണിൽ ചെയ്യാനുള്ളത്. എന്നാൽ ജില്ലയെ ആകമാനം പ്രതികൂലമായി ബാധിച്ച വേനൽ ചൂടിൽ പുതിയ ഏലത്തട്ടകൾ ലഭ്യമാകുമോ എന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ കർഷക ആത്മഹത്യകൾക്ക് നാട് തന്നെ സാക്ഷിയായേക്കും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.